ഹൈബ്രിഡ് കഞ്ചാവുമായി രണ്ട് സംവിധായകർ പിടിയിലാകുന്നു. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ അവർ സ്റ്റേഷൻ ജാമ്യത്തിൽ പുറത്തിറങ്ങുന്നു. ലഹരി വിഷയത്തിൽ വലിയ ചർച്ചകൾ നടക്കുന്ന ഈ സമയത്ത് തന്നെ ലഹരി കേസിൽ പിടിയിലായവർ പെട്ടെന്ന് പുറത്തിറങ്ങിയെന്നത് പലരെയും അത്ഭുതപ്പെടുത്തിയേക്കാം. പിടിച്ചത് ഹൈബ്രിഡ് കഞ്ചാവാണെങ്കിലും അവരുടെ കൈവശമുണ്ടായിരുന്നത് 1.6 ഗ്രാം അളവിൽ മാത്രമായിരുന്നു. നിയമം അനുസരിച്ച് സ്റ്റേഷൻ ജാമ്യം കൊടുക്കാവുന്ന ചെറിയ അളവ് മാത്രം. ഹൈബ്രിഡ് കഞ്ചാവിൽ രാസലഹരി കൂടി അടങ്ങിയാൽ പോലും നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് NDPS അനുസരിച്ച് അതിനെയും സാധാരണ കഞ്ചാവായി മാത്രമേ പരിഗണിക്കാനാവൂ. 1 കിലോ വരെ കഞ്ചാവ് കൈവശം വെച്ചാലും അത് ചെറിയ അളവാണ്. 1 കിലോ മുതൽ 20 കിലോ വരെ ഇന്റർമീഡിയറ്റ് അഥവാ ഇടത്തരം അളവും 20 കിലോയ്ക്ക് മുകളിൽ വാണിജ്യ അളവുമായി കണക്കാക്കും. ഇന്റർമീഡിയറ്റ് വാണിജ്യ അളവുകൾ പിടിച്ചാൽ ജാമ്യം ലഭിക്കില്ല. ഇന്റർമീഡിയറ്റ് അളവിന് കോടതിക്ക് ജാമ്യം നൽകാമെങ്കിലും മജിസ്ട്രേറ്റ് കോടതികൾക്ക് അതിന് അധികാരമില്ലാത്തത് കൊണ്ട് പിടിയിലായാൽ റിമാൻഡ് ഉറപ്പാണ്. കൊക്കൈൻ 2 ഗ്രാം വരെ ചെറിയ അളവാണ്. എന്നാൽ MDMAക്ക് 1/2 ഗ്രാമാണ് ഏറ്റവും ചെറിയ അളവ്. അതിനു മുകളിൽ 10 ഗ്രാം വരെ ഇന്റർമീഡിയറ്റും 10 ഗ്രാമിന് മുകളിൽ വാണിജ്യ അളവുമായി കണക്കാക്കും. ഈ പറഞ്ഞതെല്ലാം ജാമ്യം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ്. കോടതികളിൽ കുറ്റം തെളിഞ്ഞാൽ ചെറിയ അളവിന് 6 മാസം തടവോ 10,000 രൂപ പിഴയോ രണ്ടും കൂടിയോ, ഇടത്തരം അളവിന് 10 വർഷം തടവോ 1 ലക്ഷം രൂപ വരെ പിഴയോ രണ്ടും കൂടിയോ, വാണിജ്യ അളവിന് 20 വർഷം വരെ തടവോ 2 ലക്ഷം രൂപ വരെ പിഴയോ രണ്ടും കൂടിയോ ലഭിച്ചേക്കാം.